നമ്മുടെ അഭിവന്യ പിതാവിൻ്റെ ഈ പൗരോഹിത്യ സുവർണ ജൂബിലി നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒന്നാണ്. അഭിവന്യ പിതാവിൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം സമാഹരിച്ചാൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും മക്കളുടെ സഭാത്മക പരിശീലനത്തിലായിരുന്നു. അഭിവന്യ പൗത്തിൽ പിതാവിൻ്റെയൊക്കെ ദർശനവും അതുതന്നെയായിരുന്നു. അതിൻ്റെ ഒരു നല്ല തുടർച്ചയും അതുപോലെ പൗത്തിൽ പിതാവിൻ്റെ ശുശ്രൂഷയിൽ പിതാവിനൊരു നല്ല ഊർജവുമായിട്ട് അഭിവന്യ പെരുന്തോട്ടം പിതാവിൻ്റെ വ്യത്യസ്തമായ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. സന്ദേശ നിലയത്തിലും അതുപോലെ മാർത്തോമാ വിദ്യാനികേതനിലുമൊക്കെ അഭിവന്യ പിതാവ് നൽകിയ ദീർഘമായ ശുശ്രൂഷകൾ അത് കേവലം ഒരു സ്ഥാപനം നടത്തി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം നടത്തി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു സഭാ സമൂഹത്തിൻ്റെ മുഴുവൻ സഭാത്മകമായ പരിശീലനത്തിന് നിദാനമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് അഭിവന്യ പിതാവ് മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് വന്നപ്പോഴും ഈ സഭ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ദർശനം അഭിവന്യ പിതാവിൻ്റെ എല്ലാ പ്രബോധനങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തെയും സഭയെയും കുറിച്ച് ഒത്തിരിയേറെ സംശയങ്ങൾ ചെറുപ്പക്കാരുടെ മനസ്സിൽ പോലും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ പാസ്റ്ററൽ വിസിറ്റുകൾക്കൊക്കെ പോകുമ്പം യുവജനങ്ങളുമായിട്ടുള്ള സംവാദത്തിന് 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കാറുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ചോദിച്ചു തുടങ്ങുന്ന ഒരു ചോദ്യമാണ് പൗരോഹിത്യ പട്ടം അതെന്താണ്, അതങ്ങനെ ഒരു അച്ഛനെ ഇഷ്ടമുള്ള പോലെ അങ്ങ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ സഭയുമായിട്ടുള്ള ബന്ധം എന്താണ്, മെത്രാന്മാരെ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലേ, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ചോദ്യങ്ങൾ നമ്മുടെ സാധാരണ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് പോലും വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പൗരോഹിത്യ ജൂബിലികളെല്ലാം ആഘോഷിക്കുന്നത്. അതുപോലെ നമ്മുടെ 17 പുത്തനച്ഛന്മാർ നമ്മുടെ രൂപതയ്ക്കായിട്ട് പട്ടം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നു. പൗരോഹിത്യത്തിൻ്റെ പൂക്കാലമാകുമ്പോഴും ഇത് പൗരോഹിത്യത്തെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉണർത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ പൗരോഹിത്യം സഭയ്ക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്, വ്യക്തികൾക്കല്ല. സഭയാണ് പുരോഹിത ജനം. സഭയെ എന്തിനാണ് കർത്താവ് പുരോഹിത ജനമാക്കിയിരിക്കുന്നത്? അവിടുത്തെ 2ാമത്തെ ആഗമനം വരെ ഈ ലോകത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സഭയാകുന്ന പുരോഹിത ജനം വ്യത്യസ്തമായ പൗരോഹിത്യ ശുശ്രൂഷകൾ ഓരോ വ്യക്തികളെയും തെരഞ്ഞെടുത്ത് ഏൽപ്പിക്കുകയാണ്. അവിടെ ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സഭയാണ്. ആ തെരഞ്ഞെടുപ്പ് നടത്തി ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ സഭാഗാത്രത്തോട് ചേർന്ന് സഭയുടെ പൗരോഹിത്യ സ്വഭാവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അവരോരോരുത്തരും നിയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് സഭയിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയൊരു ജീർണതയും അതാണ്. പുരോഹിതൻ ഒരു പ്രതീകം മാത്രമാണ്. നമ്മളെല്ലാവരും ഈ തിരുവസ്ത്രങ്ങൾ അണിയുന്ന ഓരോ വ്യക്തിയും ഒരു പ്രതീകമാണ്. നമ്മൾ ഓരോരുത്തരും മറ്റെന്തോ ഒരു വലിയ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുകയാണ്. അതല്ലെങ്കിൽ ഈ വസ്ത്രങ്ങൾക്കൊന്നും ഒരു സാങ്കത്യവുമില്ല. നമ്മളത് മറന്നിട്ട്, നമ്മൾ പ്രതീകങ്ങൾ മാത്രമാണെന്നുള്ളത് മറന്നിട്ട്, നമ്മൾ കർത്താവ് തന്നെയാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മളാണ് യാഥാർത്ഥ്യം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അത് പുരോഹിതൻ്റെ ജീർണതയായിട്ട് മാറുകയാണ്. പ്രതീകം യാഥാർത്ഥ്യമാകരുത്. പ്രതീകത്തിന് ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ സാധിക്കില്ല. യാഥാർത്ഥ്യത്തെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് അത് കാലാകാലങ്ങളോളം പോകുന്നു. ഒരിക്കലും അത് പൂർണ്ണവുമല്ല എന്ന് നമുക്കറിയാം. പൂർണ്ണമായിട്ട് ദൈവിക രഹസ്യത്തെ ഒരു പുരോഹിതനും ഒരിക്കലും ദൈവജനത്തിന് സംജാതമാക്കാൻ സാധിക്കില്ല. ആ എളിമയോടുകൂടിയാണ് നമ്മളെല്ലാവരും ഈ ശുശ്രൂഷയിലായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷകളിൽ വഴിതെറ്റ പോകാതിരിക്കാൻ ഈ ഈശോയുടെ തുടർച്ചയായ സഭ അതിൻ്റെതായ ദൈവികമായ ഒരു ഘടന എപ്പോഴും സൂക്ഷിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വികാരിയായി നമുക്ക് മാർപ്പാപ്പയുണ്ട്, അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായി മെത്രാന്മാരുണ്ട്, അവരുടെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന പുരോഹിതരുണ്ട്, രാജകീയ പൗരോഹിത്യം അനുഭവിക്കുന്ന ദൈവജനമുണ്ട്. ഇതെല്ലാം സഭയെന്ന യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ യാഥാർത്ഥ്യത്തെ മറന്ന് നമ്മളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, നമ്മുടെ ഇഷ്ടമാണ് നടത്തേണ്ടത് ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ വലിയ ഒരു തകർച്ചയായിട്ട് മാറുകയാണ്. അങ്ങനെ പൗരോഹിത്യത്തിൻ്റെ തന്നെ ജീർണത ഉണ്ടാവുകയാണെന്ന് നമുക്കറിയാം. കൊളോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് കർത്താവ്. അപ്പോൾ സഭയെയും കർത്താവിനെയും നമുക്കൊരിക്കലും മാറ്റിക്കാണാനായിട്ട് സാധിക്കുകയില്ല. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ
കടന്നു വരുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയും, സഭയെന്ന് പറഞ്ഞ ഒരു മാനുഷിക സംവിധാനമാണ്, ഇത് കുറേ മനുഷ്യർ കൂടി നടത്തുന്ന ഒരു കാര്യം, അവരെ ഒന്നും അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളൊരു രീതിയിൽ, ഇത് കേവലം മാനുഷിക യാഥാർത്ഥ്യമാണെന്നുള്ള രീതിയിൽ അതിനോടുള്ള ഒരു എതിർപ്പ് പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ, സഭയെന്ന് പറയുന്നത് ആത്മീയമായ ഒരു യാഥാർത്ഥ്യമാണെന്നും അതിന് അധികാരം കിട്ടിയത് ദൈവത്തിൽ നിന്ന് മാത്രമാണെന്നും, ജനങ്ങളിൽ നിന്നുള്ള അധികാരമല്ല, ദൈവത്തിൽ നിന്ന് ലഭിച്ച അധികാരമാണ്, ആ അധികാരം ജനങ്ങളുടെ മേലല്ല, മറിച്ച് സാത്താൻ്റെയും അവൻ്റെ സാമ്രാജ്യത്തിൻ്റെയും മേലാണ് എന്നൊക്കെയുള്ള അടിസ്ഥാന ആത്മീയ ബോധ്യങ്ങൾ നമുക്ക് പലപ്പോഴും കൈമോശം വന്നു പോകുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാലഘട്ടം, എനിക്ക് തോന്നുന്നു, പൗരോഹിത്യം എന്താണെന്നും സഭ എന്താണെന്നും ഒക്കെ പഠിക്കാനും ധ്യാനിക്കാനുമുള്ള നല്ല ഒരു കാലഘട്ടം കൂടിയാണ്. ഓരോ പ്രതിസന്ധിയും നമുക്കൊരവസരം നൽകുന്നുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ കരയേറുമ്പോൾ സഭ എന്താണെന്നും പൗരോഹിത്യം എന്താണെന്നും സഭയുടെ ഘടന, ദൈവികമായ ഘടന എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരവസരമായി നമുക്കിതിനെ രൂപാന്തരപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികളും സഭയ്ക്ക് വലിയ നന്മയായിട്ട് മാറും എന്നുള്ളതാണ് വാസ്തവം. ചോദ്യങ്ങൾ ഉണരുമ്പോൾ ഉത്തരങ്ങൾ കണ്ടെത്തുകയും ഉത്തരങ്ങൾ കണ്ടെത്താൻ നമ്മൾ നിർബന്ധിതരാവുകയും അത് നമ്മളെ ആഴമായ ദൈവിക യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. സഭയുടെ അടിസ്ഥാന ഘടകങ്ങളെ നമുക്ക് നിഷേധിച്ചുകൊണ്ട് ഒരിക്കലും പൗരോഹിത്യ ജീവിതത്തിന് നിലനിൽക്കാനാവില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ കാലഘട്ടത്തിലെല്ലാം ഓർക്കുകയാണ്. സഭയിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്ന പൗരോഹിത്യമില്ല. പൗരോഹിത്യം സമൂഹത്തിൻ്റെ മേലുള്ള അധികാരമല്ല, മറിച്ച് സഭയെ ഈശോയോട് ഐക്യത്തിൽ സൂക്ഷിക്കുന്ന ശുശ്രൂഷ മാത്രമാണ്. പൗരോഹിത്യത്തിൽ ലഭിക്കുന്ന കൃപ വ്യക്തി എന്ന നിലയിലല്ല, സഭ തെരഞ്ഞെടുത്ത് ഒരു പ്രത്യേക ദൗത്യമേൽപ്പിച്ച ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ മാത്രമാണ്. അവിടെ ആ വ്യക്തിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, മറിച്ച് അയാൾ പ്രതിനിധാനം ചെയ്യുന്ന ദൈവിക രഹസ്യങ്ങൾക്കാണ് പ്രാധാന്യം എന്നൊക്കെയുള്ള ഒരു അടിസ്ഥാന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. പൗരോഹിത്യം പുരോഹിതനു വേണ്ടിയോ പുരോഹിതനിൽ മാത്രം നിലനിൽക്കുന്നതോ അല്ല എന്നും അത് സഭയ്ക്ക് വേണ്ടിയും സഭയിൽ മാത്രം നിലനിൽക്കുന്നതാണെന്നുമൊക്കെയുള്ള ബോധ്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം. നമുക്ക് അഭിവന്യ പിതാവിൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ ഈ പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും ജൂബിലി ആഘോഷിക്കുന്ന എല്ലാ വൈദികരുടെയും ശുശ്രൂഷകളെ നമുക്ക് ഓർത്ത് നന്ദി പറയാം. അവരുടെ എല്ലാം ശുശ്രൂഷകളെ നമ്മൾ ഇന്ന് ഒത്തിരി നന്ദിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഓർക്കുന്നതിൻ്റെ കാരണം അവരൊക്കെ ഈ ദീർഘമായ 50 വർഷങ്ങളിൽ അവരുടെ സർവ്വ ദൗർബല്യങ്ങളോടും ബുദ്ധിമുട്ടുകളോടും ചേർന്ന് തന്നെ കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്താൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. അവിടെ ഒരിക്കലും ഒരു ഉദപ്പിന് കാരണമാകാതെ, ഒരിക്കലും ഒരു ഭിന്നതയ്ക്ക് കാരണമാകാതെ ഈ സഭാ സമൂഹത്തെ ഒരുമിച്ച് കൊണ്ടുപോയി. അഭിവന്യ പിതാവ് തന്നെ പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആരാധനാക്രമം ഏറ്റവും ശരിയായി പാലിക്കുന്ന സഭാ സമൂഹങ്ങൾ ഐക്യത്തിൽ വളരും. അത് വാസ്തവമാണ്. എവിടെയെല്ലാം ആരാധനാക്രമത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ അത് സഭയിലെ തന്നെ ഭിന്നതയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആരാധനാക്രമത്തിലും ആരാധനാ പാരമ്പര്യങ്ങളിലും വ്യത്യസ്തതകൾ പുലർത്തുമ്പോൾ നമുക്കൊരിക്കലും സഭയിലെ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് സാധിക്കുകയില്ല. അഭിവന്യ പിതാവിൻ്റെയും ഒരു വലിയ ഒരു നന്മയായിട്ട് നമുക്കിത് കാണാം. ഈ ആരാധനാ പാരമ്പര്യത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തി ഈ സഭാ സമൂഹത്തെ സമാധാനത്തിലും ഐക്യത്തിലും പിതാവ് നയിച്ചു. അതിന് നമുക്ക് അഭിവന്യ പിതാവിനോട്, പിതാവിൻ്റെ ശുശ്രൂഷകളോട് നന്ദിയുള്ളവരായിരിക്കാം.